പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വചനം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ആത്മീയ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യം പൗലോസ് അപ്പോസ്തലൻ കൊടുത്തിരുന്നു. കരുണ ലഭിച്ചിട്ടാണ് തനിക്ക് ഈ ശുശ്രൂഷ ഉണ്ടായതെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നായിരുന്നു തൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് തൻ്റെ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും സംസാരങ്ങളും യാത്രകളും കൊടുക്കൽ വാങ്ങലുകളും ആത്മീയ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം ഉണ്ടാക്കുവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി പൗലോസ് അപ്പോസ്തലനുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്ര നന്നായിട്ട് ശുശ്രൂഷിച്ചാലും ശുശ്രൂഷകളെ ആക്ഷേപിക്കുവാൻ, തരം താഴ്ത്തി കാട്ടുവാൻ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. അവരെ ദൈവം തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യവും കാരണവും ഇല്ലാതെ സോഷ്യൽ മീഡിയയിലും പരസ്യമായ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ആത്മീയ ശുശ്രൂഷകളെ വിലയിടിച്ച് കാണിക്കുന്ന, തരം താഴ്ത്തി കാണിക്കുന്ന, പരിഹസിച്ച് സംസാരിക്കുന്ന ഒരുപാട് പരിഹാസികളുണ്ട്. അവർ ശുശ്രൂഷയെ മനഃപൂർവ്വം ആക്ഷേപിക്കുവാൻ പിശാചിനാൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അവരറിയുന്നില്ല അവർ ശത്രുവിൻ്റെ കയ്യിലെ ഒരു ആയുധം ആകുന്നു എന്നുള്ളത്. അവരെ നമുക്ക് വിടാം. എന്നാൽ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചവരുടെ അയോഗ്യമായ, മാതൃകയില്ലാത്ത ജീവിത നിമിത്തം ശുശ്രൂഷകൾ ആക്ഷേപിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ആത്മീയ ശുശ്രൂഷയ്ക്ക് ദൈവം വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ് ആത്മീയ ശുശ്രൂഷ. അത് ഒരു വ്യക്തിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. സാത്താൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പറിച്ച് നടന്ന അനുഭവമാണ്. വെളിച്ചത്തിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടുന്ന, ജീവൻ്റെ പുസ്തകത്തിലേക്ക് ഒരു വ്യക്തിയുടെ പേര് എഴുതത്തക്ക നിലയിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് ആത്മിക ശുശ്രൂഷ. ഈ ശുശ്രൂഷ ദൈവം കരുണ തോന്നി ഏൽപ്പിച്ചിട്ടുള്ളവർ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ആക്ഷേപിക്കുവാനുള്ള ഒരു അവസരമായിട്ട് ഇതിനുപയോഗിക്കരുത്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, അവർ ആരാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. അവരുടെ സംസാരം, അവരുടെ ഇടപെടലുകൾ, അവരുടെ ജീവിതം, ഇതെല്ലാം തീർച്ചയായും ദൈവത്തിന് മഹത്വം വരുന്നത് ആയിരിക്കണം എന്ന് ദൈവത്തിന് കർശനമായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പൗലോസ് ഇവിടെ പറയുന്നു, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ. ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വരുത്തുന്ന നിലയിൽ ഒരു ചിന്തയുണ്ടാക്കാതെ,
ജനങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിക്കുവാൻ അവസരം കൊടുക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തികളും ചെയ്യാതെ എന്നൊക്കെയാണ് ആ വചനത്തിൻ്റെ അർത്ഥമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ശുശ്രൂഷകൾ അയോഗ്യമായി ചിലരുടെ ജീവിതം കൊണ്ട് ജാതികളുടെ മുമ്പിൽ ആക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കുവാൻ കഴിയില്ല. അത് എന്തൊക്കെയാണ് അതിൻ്റെ ലിസ്റ്റ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദീകരിക്കുന്നില്ല. ഈ വചനം കേൾക്കുന്ന ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നിമിത്തം, എൻ്റെ കുടുംബം നിമിത്തം ഒരിക്കലും ദൈവിക ശുശ്രൂഷ ആക്ഷേപിക്കപ്പെടില്ല എന്ന തീരുമാനം ആണ് എടുക്കേണ്ടത്. മരണവീടുകളിൽ, വിവാഹ സന്ദർഭങ്ങളിൽ, പൊതുജനം കൂടി വരുന്ന ഇടങ്ങളിൽ, പരസ്യയോഗങ്ങളിൽ, ഇവിടെയൊക്കെ ശുശ്രൂഷകൾ ആക്ഷേപിക്കപ്പെടാതിരിക്കണമെങ്കിൽ ജ്ഞാനത്തോടും വിവേകത്തോടും പെരുമാറുവാൻ ദൈവത്തിൽ നിന്ന് നാം പഠിച്ചിരിക്കണം. അതിനായിട്ട് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവേ, ഒരിക്കലും അവിടുത്തെ നാമത്തിന് ആക്ഷേപം വരുത്തുന്ന ഒരു കാര്യങ്ങളും, ദൈവനാമത്തിന് ദൂഷണം വരുത്തുന്ന, അപമാനം വരുത്തുന്ന ഒരു കാര്യങ്ങളും ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ദൈവം കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.